വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. ഈ ഞണ്ട് റോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നിന്ന് കുത്തി പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ഞണ്ടാണ്. വീഡിയോ കണ്ടു നോക്കും. അങ്ങനെ നല്ല പിടയ്ക്കുന്ന ഞണ്ട് എൻ്റെ കിച്ചണിലെത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതാ ഒരു കത്തിയുടെ മുന വെച്ചിട്ട് ഇതൊന്ന് കുത്തി എടുക്കണം ആദ്യം. പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാല് പൊട്ടിക്കാം. ഈ ചെറിയ ചെറിയ കാലുകളൊക്കെ ആദ്യം പൊട്ടിച്ച് മാറ്റണം. പിന്നെ ഈ നടുക്ക് കാണുന്ന ഭാഗം കൂടെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കളയണം. ഇതിപ്പോൾ വലിയ ഞണ്ടായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ 2 പീസസായിട്ട് കട്ട് ചെയ്യാം. ഈ നടുഭാഗം എല്ലാവരും ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്യില്ല. ഇത് ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടെ നന്നായി കഴുകി അത് വൃത്തിയാക്കി എടുക്കും. നമുക്ക് ഈ ഞണ്ടിൻ്റെ കാലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കത്രിക വെച്ചിട്ട് ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇതിൻ്റെ മുള്ളും അതുപോലെ തന്നെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയണം. അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അങ്ങനെയാകുമ്പോൾ മുള്ള് തട്ടില്ല, അല്ലെങ്കിൽ ഈ മുള്ള് വായിൽ തട്ടും. ഈ കുഞ്ഞു കുഞ്ഞു മുള്ളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാൻ കിട്ടും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ മുള്ള് അതുപോലെ തന്നെ കിടക്കാറുണ്ട്. ഞണ്ട് വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ നീല കളറ് കാലുള്ള ഞണ്ട് വാങ്ങിച്ചാൽ നല്ല ഫ്ലഷുള്ള ഞണ്ടായിരിക്കും. ഇത് കടലിലെ ഞണ്ടാണ്. പുഴ ഞണ്ടാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഞണ്ടാണ്. ഒരു 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളി, അതിൻ്റെ പകുതി അളവിൽ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക്, ഒരു തക്കാളി. ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്ത് വെക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായി ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. ഞാൻ അവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് തക്കാളി കൂടുതൽ ആവശ്യമില്ല. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കൂടെ ചേർക്കാം. ഈ ഞണ്ടിനകത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മസാലയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ ഞണ്ടിൽ ഒന്ന് നന്നായി പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 1/2 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം ചേർക്കുകയാണ്. കറികളിൽ എപ്പോഴും വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെക്കാം.
ഈ ഞണ്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞണ്ട് വെന്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വേറൊരു സംഭവം റെഡിയാക്കാനുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു പകുതി സവോള അരിഞ്ഞതുകൂടെ ചേർക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്താൽ മതി. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടെ ചേർക്കുകയാണ്. ഉണക്കമുളക് ചതച്ചത്. ചില്ലി ഫ്ലേക്സ് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുളക് ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർക്കുകയാണ്. ഈ നാടൻ കറികൾക്ക് കറിവേപ്പില ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഞണ്ടിലേക്ക് ചേർക്കാം. നമ്മൾ ഞണ്ടിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ തന്നെയാണ് നമ്മൾ ഈ വറുത്ത തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ചേർക്കുന്നത്. ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്